Welcome to Royal Cookery. Before the video, please subscribe my channel and press the bell button. ഇത് എന്ത് പായസമാണെന്ന് അറിയാമോ? ഇന്ന് ഞാൻ ഇവിടെ ഒരു സ്പെഷ്യൽ പായസമാണ് ഉണ്ടാക്കുന്നത്. പപ്പായ പായസം. ഇവിടെ ഞാൻ ഒരു മുറി പപ്പായയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് ചൗവരി. ഒരു 1/4 കപ്പ് ചൗവരി വേവിച്ച് വെച്ചിരിക്കുന്നതാണിത്. അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ശർക്കര പാനിയാക്കിയത്, പിന്നെ തേങ്ങയുടെ ഒന്നാം പാലാണിത്. ഇത് രണ്ടാം പാൽ. ഇനി അല്പം ചുക്കിൻ്റെ പൊടി, ഏലക്കാപ്പൊടി, ഇത്രയാണ് നമുക്ക് ആവശ്യം. ആദ്യം തന്നെ നമുക്ക് ഈ പപ്പായ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഈ ഗ്രേറ്ററിൻ്റെ വളരെ ചെറുതിൽ വേണ്ട, അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഗ്രേറ്ററിൽ വെച്ചിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമുക്ക് പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കോരിയേക്കാം. ഇനി ഇത് നെയ്യിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കാം. ഈ പപ്പായ നെയ്ക്കകത്തിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഈ പപ്പായ ശർക്കരപ്പാനിയിൽ നന്നായിട്ട് വഴണ്ട് വരണം. പനിയിൽ കിടന്നിട്ട് ഈ പപ്പായ നന്നായിട്ട് വഴണ്ട് വരണം. കണ്ടല്ലേ? ഈ സമയത്ത് നമുക്കിതിലേക്ക് ആ ചൗവരിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പം ആ ശർക്കരക്കകത്തിൽ കിടന്നിട്ട് പപ്പായ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ? ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് തേങ്ങയുടെ 2ാം പാലാണ്. ഇനി ഈ 2ാം പാലിൽ കിടന്നിട്ട് ഇത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് വേവണം. അങ്ങനെ 2ാം പാലിൽ കിടന്നിട്ട് പപ്പായ നന്നായിട്ട് വെന്ത് കിട്ടുന്നുണ്ട്. വെന്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത്.
ഇത് നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ശർക്കരയ്ക്കകത്ത് കിടന്നിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് നെയ്യും കൂടി ചേർക്കാം. റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഓഫ് ആക്കിയേക്കാം. അങ്ങനെ പപ്പായ കൊണ്ടുള്ള അടിപൊളി പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.